Hello guys, welcome to my new video guys. So guys, I am going to play one block in Minecraft. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് വൺ ബ്ലോക്കാണ് മൈൻക്രാഫ്റ്റിൽ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഇതുണ്ട, ഇത് നമ്മൾ പൊട്ടിക്കുമ്പോൾ വേറൊരു ബ്ലോക്ക് വരികയാണ് ചെയ്യുക. ഇതാണ് വൺ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് അവസാനം നമ്മളെല്ലാതും കഴിയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞത് കണ്ട. അപ്പോൾ ഇവിടെ വൺ ബ്ലോക്ക് വന്നു കണ്ട, ഓരോരോ ഫ്രേസസ് വരുന്നുണ്ട്. നമുക്ക് ഷീപ്പിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷീപ്പിനെ നമുക്ക് കൊല്ലാം, കാരണം ഇവിടെ തീരെ സ്ഥലമല്ല, എല്ലാത്തിനും തീരെ സ്ഥലമല്ല. പിന്നെ നമുക്ക് ഇതാണ് ഫ്രേസസ്. ഒന്ന് ഫോറസ്റ്റ്, കേവ്, മാംഗ്രൂവ്, സ്നോയി, ഡെസേർട്ട്, ജംഗിൾ, ഡീപ് ഡാർക്ക്, ഓഷ്യൻ, നെതർ, മാൻഷൻ, ഏഷ്യൻ സിറ്റി, സ്ട്രോങ് ഹോൾഡ്, എൻഡ്. ഇതാ ഈ 13 ഫ്രേസസ് കഴിഞ്ഞാലാണ് നമ്മൾ 12 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എൻഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡ്രാഗനെ കൊന്ന് ഗെയിം അവസാനിക്കും. തൽക്കാലം നമുക്ക് ഷീപ്പിനെ കൊല്ലാം. ഷീപ്പ് എത്തുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് പൊട്ടിച്ച് പോവുകയാണ്. അപ്പോൾ പൊട്ടിച്ചാണ്. ഓക്കെ, നമുക്ക് ഈ ഐലൻഡ് ഒന്ന് വലുതാക്കാം. എൻ്റെ അടുത്ത് പാത ബ്ലോക്ക് ഉണ്ട്. 5 ആയി 4 ആയി. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി വലുതാക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം വലിപ്പം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലിപ്പമാക്കാം. ഓക്കെ ഗായ്സ്, ആകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പൊട്ടിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ വീണ്ടും പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. മരം ഇതുവരെ എത്തിയില്ല, എന്താ അറിയില്ല. ക്ലേയും ഡേർട്ടും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ക്ലേയും ഡേർട്ടും മാത്രമേ കിട്ടൂ. മരം കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ മരം പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരം പൊട്ടിച്ച് ഇപ്പോൾ വീണ്ടും ക്ലേ ഡാർക്ക് ഓക്ക് വുഡ് കിട്ടി. അപ്പോൾ നമുക്കിത് കിട്ടി. അതിന് നമ്മൾ കുറച്ചുകൂടി മൈൻഡ് ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ചെസ്റ്റ് കിട്ടി. ബോൺമീലും സാപ്ലിങ്ങും ബെറീസാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് സാപ്ലിങ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗെയിമിൽ കളിച്ചിട്ട് കാര്യമില്ല. കാരണം സാപ്ലിംഗ് ആണ് നമുക്ക് മെയിൻ വേണ്ടത്. സാപ്ലിംഗ് ഉണ്ടായാലും നമുക്ക് കളിക്കാൻ പറ്റും. കാരണം നമുക്ക് വുഡ് വേണമെങ്കിൽ സാപ്ലിംഗ് വേണം. അപ്പോൾ നമുക്ക് തൽക്കാലം അത് ഇൻവെൻട്രിയിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഈ ചെസ്റ്റ് പൊട്ടിക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് അപ്പോൾ വീണ്ടും ഡാർക്ക് ഒക്കെ വുഡാണ്. അപ്പോൾ വീണ്ടും പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം പൊട്ടിച്ച് ജംഗിൾ വുഡ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനിയും പൊട്ടിക്കുകയാണ്. ഓക്കെ, ഗൈസ്, നമ്മളെ ഫസ്റ്റ് ആനിമൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കോഴിയാണ്, കോഴി. അപ്പോൾ മോനെ സൈഡിലോട്ട് പോകുന്ന എല്ലാം കൂടി പോവും. നമുക്ക് തൽക്കാലം ഇതൊക്കെ ഇതിൽ വെക്കാം, അല്ലേ നമ്മൾ താഴെ വീണ് ഒക്കെ പോവും. പിന്നെ നമ്മളൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പൊട്ടിക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കുന്നത്. അപ്പോൾ ഈ കോഴി ഞാനും എല്ലാം കൂടി ചിലപ്പോൾ വീണ് പോവും. അതുകൊണ്ട് നമ്മൾ എന്താ ഐലൻഡ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബ്ലോക്ക് പൊട്ടിക്കുകയാണ്. അപ്പോൾ ബ്ലോക്ക് പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ഇതായിട്ടുള്ള പിഗിന് കിട്ടിയിട്ടുണ്ട്. പിഗ്. അപ്പോൾ പിഗ്ഗാണ് നമ്മൾ അടുത്ത് വരുന്നത്. പിഗ് സീനാണ്. പിഗ് പിന്നെ പണ്ടേ സീനാണ്. അപ്പോൾ നമ്മൾ ക്ലേനാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പൊട്ടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതെന്താ ഗ്ലിച്ചാണോ അറിയില്ല. 2 വട്ടം പൊട്ടിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ ഏതെന്താ ഗൈസ്, അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. പെട്ടെന്നാണ് രാത്രി ആയത് അറിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത ജീവി കിട്ടിയിട്ടുണ്ട്. കോഴിയാണ്, കോഴി. അപ്പോൾ നമ്മൾ മറ്റേ കോഴി ഗൈസ്, താഴെ വീണിട്ടുണ്ട്. വെരി വെരി സാഡ്. അപ്പോൾ സാഡില്ല ഗൈസ്. അപ്പോൾ ഇവരെ രണ്ടാളും എങ്ങനെ സംരക്ഷിക്കണം, അതാണ് നമ്മുടെ ദൗത്യം. ഇതിനായി നമുക്ക് കുറച്ച് ഫെൻസൊക്കെ ഉണ്ടാക്കണം. അത് ഇപ്പം ഉണ്ടാക്കാം, കുറച്ചതിന് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വുഡൊക്കെ പൊട്ടിക്കണം. അപ്പോൾ ഞങ്ങൾ വുഡ് പൊട്ടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ ഗൈസ്, ഇവർ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് ക്രീച്ചേഴ്സ് വരുന്നത്. ഇതിപ്പോൾ മിക്കവാറും താഴെ വീഴും എനിക്ക്
ഞാൻ പറഞ്ഞതല്ലേ താഴെ വീണു. വെപ്രാളം കണ്ടതേ താഴെ വീണത്. സല്യൂട്ട്. അടുത്ത വർഷം കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണാം. ഓക്കെ, ബൈ. ഗൈസ്, നമുക്കൊരു മഷ്റൂം കൗ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കോഴിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഷ്റൂം കൗ ഒരു കോഴീനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അൺലിമിറ്റഡ് ഫുഡ് ആയിട്ടുണ്ട് ഗൈസ്. ബിക്കോസ് മഷ്റൂം കൗ എന്ത് തരും, നമുക്ക് മഷ്റൂം സ്റ്റൂ തരും. അപ്പം മഷ്റൂം സ്റ്റൂ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവകാലം ഇങ്ങനെ പെട്ടെന്ന് ഫുഡ് മറ്റേ ഹങ്കർ കൂടും. അപ്പോൾ മഷ്റൂം കഴിച്ചാൽ തീരൂല. എന്നാൽ ഈ ബൗളിൽ നിറച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. ടൂൾസൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരുപാട് നേരമായി. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആക്സും കുറച്ച് ടൂൾസും ഉണ്ടാക്കണം. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഫെൻസ് ഉണ്ടാക്കണം. നമ്മൾ ഫെൻസ് ഉണ്ടാക്കാൻ സ്റ്റിക്കില്ല. നമുക്ക് സ്റ്റിക്ക് ഇതാണ് വെറുപ്പിക്കൽ. ഇടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് വെച്ചോവും. അത് ക്രൗച്ച് വെക്കുമ്പോൾ എനിക്ക് എന്താ ഭ്രാന്താവുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റിക്ക് കിട്ടിയില്ല. സ്റ്റിക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫെൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ മഷ്റൂം കവടെ ഈ പന്നിക്കൂട്ടങ്ങളെ കോഴീനൊക്കെ എന്ത് കാട്ടാനായത്. മഷ്റൂം കവ് പോയി. എന്ത് നല്ല പശുവായിരുന്നു, അത് പോയി. അപ്പോൾ ഗൈസ്, നമ്മളെ മഷ്റൂം കവ് പോയി ഗൈസ്. ഈ പന്നി എന്താ കാട്ടുക. അപ്പോൾ ഗൈസ്, ഈ പന്നി കാര്യമില്ല, അത് പോയി. നമുക്ക് ഇവരെ എങ്ങനെ സംരക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫെൻസ് കെട്ടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യാം. കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഒരു 4 ബ്ലോക്ക് മതിയാവും. അത് കഴിഞ്ഞിട്ട് ഐലൻഡ് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നമ്മുടെ ജീവികൾക്കായിട്ട് ഒരു കൂടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു കോഴി നമ്മൾ കാണാനില്ല, കാരണം നമ്മൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴി താഴെ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മര്യാദയ്ക്ക് നിൽക്കടാ. അപ്പോൾ നമുക്കിങ്ങനെ കൂട്ടിലാക്കുന്ന ചെറിയൊരു ടാസ്ക് തന്നെയാണ്. ഇവിടെ ഒന്ന് കൂട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് പ്ലീസ്. ഇത് ഇത് കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ജീവി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടടയ്ക്കുക, എല്ലാം കൂടി താഴെ പോരും. അപ്പോൾ നമുക്ക് അടുത്തത് പിഗ്ഗാണ്. പിഗ്
പിഗ്ഗെ കയറി അതിനെ കയറി കയറി. ഓക്കെ ഗായ്സ്, നമ്മളെ പിഗ് ഈ വാതിൽ വന്നിട്ട് കയറും. ഏയ് എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ട്? ശേ ഗായ്സ്, നമ്മളെ പിഗ് എന്ത് കഷ്ടമാണ്. നമ്മളെന്താ കാട്ടണേ? എടാ എന്താടാ കൂട്ടുകേടാ, ഇവന്മാരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. നമ്മൾ പന്നി താഴെ വീണേ. ശേ, നമ്മൾ കോഴി മാത്രമേ ഉള്ളൂ. ഈ കോഴീനെ കൂട്ടിലാക്കാം. ശേ ഗായ്സ്, നമ്മളെ പന്നി താഴെ വീണുപോയി ഗായ്സ്. വളരെ സങ്കടം ഗായ്സ്. എന്ത് കാട്ടും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരാളേ ഉള്ളൂ, അതാണ് ഇവൾ കോഴി. അപ്പോൾ ഗായ്സ് പറഞ്ഞില്ല. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് അടക്കാം. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം കുറച്ച് മിനിറ്റ്. ഒരു മിനിറ്റ്, നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാണ്ട്. നമുക്ക് നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. ആ ആക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്സ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആക്സ് ഉപയോഗിച്ചാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പറഞ്ഞിട്ടേ ഉള്ളൂ, പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത കോഴി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോഴീനെ കൂട്ടിലാക്കാനാണ് നോക്കുന്നത്. നോക്കാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ആവരുതെന്ന് വിചാരിക്കുന്നു. പോലെ അതും താഴെ പോയി. എന്താ കഷ്ടം ഇത്. ഇനി പറഞ്ഞ കാര്യമില്ല, അതും പോയി. കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ തീരെ സ്ഥലമില്ല. കണ്ടായിരുന്നു, നേരത്തെ കോഴി പോയ പോലെ ആയിപ്പോയി. അപ്പോൾ ഞാനും ചിലപ്പോൾ വീഴും. അപ്പോൾ നമ്മളെല്ലാ സാധനവും പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഐലൻഡ് ഒന്നുകൂടി ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ വീണ്ടും മൈനിങ്ങിലോട്ട് മൈനിങ് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ ബെഡ് റോക്ക് എത്തിയിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഫോറസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് അറിയാനായി നമുക്ക് കാത്തിരിക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് അറിയിക്കുക. ബൈ.